ഇത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കാലത്തൊക്കെ ഇതൊക്കെ ചെയ്തു വെക്കണമെന്ന്. കേട്ടില്ല. എന്നെ കൊണ്ടൊന്നും അധികം പറയിക്കണ്ട കേട്ടോ. മതി വെച്ചതൊക്കെ പോകാൻ നേരം. എന്നെ ഇന്ന് കൊണ്ടുവിടണ്ട, ഞാൻ പോവാ. പിന്നെ ഒരു കാര്യം, ഇന്നും കൊച്ചിൻ്റെ സ്കൂൾ ലേറ്റായി. അറിയാലോ എന്നെ. മോളെ പ്ലീസ് പപ്പ ഒരു മിനിറ്റ്. അയ്യോ ഇനിയും കിടന്നുറങ്ങിയാൽ സമയം പോവും. മമ്മി ഇപ്പൊ പറഞ്ഞിട്ട് വേയുള്ളൂ സ്കൂളിൽ നിന്ന് മോളെ സമയത്ത്. അയ്യോ ബാ 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 സമയത്ത് പോകണ്ടേ സ്കൂളിൽ? എണീറ്റ് വാ. അയ്യോ എണീറ്റ് വാ. ഇനി പല്ല് തേക്കണം, ഇതെല്ലാം ചെയ്യണം, സ്കൂളിൽ പോണം. മോളെ തല ചിരിക്കാൻ മോളെ പൈതടട്ടെ കേട്ടോ. അയ്യോ ചെടി കൊണ്ടുപോകണ്ട സ്കൂളിൽ. അപ്പോഴും മോള് ചെടി ഇവിടെ വെച്ചേ. വൈകുന്നേരം വരുമ്പോ നമുക്ക് എടുക്കാം. അയ്യോ ചെടി സ്കൂളിൽ കൊണ്ടുപോയ കൂട്ടുകാരെടുക്കൂലേ? പ്ലീസ് പപ്പ. അയ്യോ പപ്പയുടെ മോളല്ലേ, പപ്പ പറയുന്നത് കേട്ടേ. ചെടി നമുക്ക് വൈകുന്നേരം പപ്പ വരുമ്പോ കേട്ടോ. ഓക്കെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോയാൽ മറ്റുള്ളവർ എടുക്കൂലേ? എനിക്ക് ഇനി ടെഡി ബിയറിനെ വേണ്ട. മോളെ അങ്ങനെ പറയല്ലോ കേട്ടോ. മോള് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ പപ്പ ടെഡി ബിയർ തരൂലേ? നല്ല പിള്ളേരൊക്കെ അങ്ങനെ പറയുമോ? അങ്ങനെ പറയല്ലോ കേട്ടോ. ഓക്കെ സന്തോഷമായോ? നമുക്ക് സ്കൂളിൽ പോവാം. ഓക്കെ സമയം പോയി. എടാ സനല്ലേ, നമ്മളെന്തിനാ ഓരോ മാസം ഇത്രയും യൂറോ വെറുതെ കളയുന്നത്? നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ബ്രോഡ്ബാൻഡ് IPL ഒന്ന് സ്വിച്ച് ചെയ്യും. എന്നിട്ട് ഓവർ ബില്ല് വരുവാണെങ്കിൽ നീ എന്നോട് പറ, നമുക്ക് നോക്കാലോ. ഇല്ലെന്നേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, താമസിയാതെ നിൻ്റെ വീട്ടിലേക്ക് വരാം. അവൾ ഒന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു, മിണ്ടാതെ. ഹലോ
പെട്ടെന്ന് പുറത്തൊന്ന് പോകണം. ഞാൻ വീട് കൂട്ടിയിട്ടില്ല, നോക്കിക്കോണേ. സനൽ, എന്താ പ്രശ്നം? സനലേ, സനൽ, സോറിടാ, ഞാൻ അല്പം വൈകിപ്പോയി. എടാ, മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, IPL, അത് നീ സ്വിച്ച് ചെയ്യാൻ വരട്ടെ കേട്ടോ. ഞാൻ വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിന്നോട് പറയാം, എന്നിട്ട് മാറിയാൽ മതി. നീ എങ്ങോട്ടാ ഓടി പോകുന്നേ? അപ്പം നിൽക്ക്. എടാ, എന്നടാ പ്രശ്നം? ഞാനും വരട്ടെ? എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യൻ നിങ്ങൾ ഇതുവരെ? റീന, സത്യത്തിൽ റീനയുടെ കാര്യം ഞാൻ മറന്നുപോയി. മറന്നുപോയോ? ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞല്ലോ എനിക്ക് ഇന്നും ഹാഫ് ഡേ ആണെന്ന്. ഞാൻ ആ മീൻ ശരിയാക്കി. എന്നിട്ട് മീൻ കറി വെച്ചോ? ഇല്ല. ഞാനിവിടെ കിടന്ന് കഴുതയെ പോലെ പണിത് വന്ന് ഇനി നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ചോറും കറിയും കൂടെ വെച്ച് തരാം വിഴുങ്ങാനായിട്ട്. വേണ്ട, ഞാൻ വെച്ചോളാം. ഓ, ഈ നശിച്ച മഴയത്ത് ഞാൻ എത്ര നേരമായി നോക്കി നിൽക്കുന്നു. നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ ഞാൻ എത്ര തവണ ഫോൺ ചെയ്തതറിയാവോ? ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല മനുഷ്യ. അതെങ്ങനെയാ? പട്ടിയുടെ വാല് 12 കൊല്ലം കൊള്ളിട്ടാൽ അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റാനായിട്ട് പെട്ടപ്പാട്. മോളെ സ്കൂളിൽ ഇന്നും കൊണ്ടുവിട്ടോ നേരത്തും കാലത്തും? അതോ അതും മറന്നോ? ആ സമയത്ത് തന്നെ കൊണ്ടുവിട്ടിരുന്നു. ഇന്നിനി ഇവിടെ കിടക്കാനാണോ ഭാവം? വേഗം പോ, കൊച്ചിനെ എടുക്കാനുണ്ട്. നിങ്ങൾ ആ നാട്ടിൻ പുറത്തുള്ള വല്ല പെണ്ണിനെയും കെട്ടി അവിടെ തന്നെ കുറ്റിയടിച്ചാൽ മതിയായിരുന്നു, വെറുതെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താനായിട്ട്. എന്റെ മനുഷ്യ, നിങ്ങൾ ആ കണ്ണു തുറന്ന് നോക്ക്, മറ്റുള്ള ആണുങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാന്ന്. കണ്ടാലും കൊണ്ടാലും നിങ്ങൾ പഠിക്കില്ല. എനിക്കറിയാതെ എൻ്റെ ഒരു ഗതി. അത് പറഞ്ഞാൽ